മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. നമ്മൾ ആദ്യം വിചാരിച്ച് വണ്ടിയുടെ എന്തോ പ്രശ്നമാണെന്ന്. അപ്പോൾ പിന്നെ സ്ലോ ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഒരു വശം കൊണ്ട് അങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് ഇറങ്ങി ഓടി. എല്ലാവരും ഇറങ്ങി ഓടുകയോ ചെയ്തത്. പിറകിലുള്ള സ്കൂൾ ബസ്സിലും ഒക്കെ കുട്ടികളുണ്ടായിരുന്നു. മുമ്പിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പോയി. അപ്പം അയാൾ എത്തി കഴിഞ്ഞിട്ട് അത് പൊട്ടി തുടങ്ങിയത്. इन्वेस्टिगेट करके विल गेट बैक टू यू ऑन दिस थिंग. ठीक है, and our endeavor is to make good road. Yes, this is unfortunate, but our endeavor is to make good road. ठीक है, and we will continue to make this good road. This setback will not actually pull us back. We'll learn from it and improve and make better roads. As of हम लेते हैं. That's a standard safety procedure. We take it. These all safe standard methods are there. We always take that. ठीक है. No, that's not true. No, that's not true. That's not true. That's not true. No, yes, we are following it. See, as far as possible, we are following as much safety possible as safety precautions. We are taking it. They are also complaining that there are no kind of supervision. That's wrong. That's wrong. You think without supervision so much kilometer road has come up like that? Proper way. Do you think it has come up? How many proper? It is very much proper. One odd incident doesn't make it improper. So from your first visit, what is the solution? No, let the investigation team come and tell us. Rebuilding this road? Yes, obviously we'll rebuild it. Obviously, we will not leave it as it is. We will definitely take corrective measures and build a better one. Yes. My name is Jambaz. I am the regional officer here. How much time will take this to We'll have to wait and see. We'll have to wait. It's just that it's weird to happen. No? We'll have to wait and see. Thank you. ഞാൻ വിളിക്കുന്നേ ഉള്ളൂ. നാളെ പ്രോജക്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കും. കൺസ്ട്രക്ഷൻ കമ്പനി അതിൽ വരും. പക്ഷേ പ്രോജക്ട് ഡയറക്ടറുമായിട്ട് ഞാനൊരു ഡിസ്കഷൻ നടത്തും. അതെ അവർ ചോദിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയോട്. പറഞ്ഞല്ലോ ഇതിനേക്കാളും ബെറ്റർ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് നോക്കാം. ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസിൽ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ ഇപ്പോൾ ഉണ്ടായ സംഭവം അത് ഒരു തരത്തിൽ പോലും അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പായും തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം ഇത്തരത്തിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സും അടക്കം പരിശോധിച്ചാണ് ദേശീയപാത അടക്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്ന കാര്യത്തിൽ പരിശോധന ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നടത്തും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ പുനർനിർമ്മിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. പക്ഷേ അതിന് എത്ര ദിവസം എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതേസമയം തന്നെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെയും അടക്കമുള്ളവരെ യോഗം നാളെ തന്നെ വിളിച്ചു ചേർത്തിരിക്കുകയാണ് ജില്ലാ കളക്ടർ. ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ കാര്യങ്ങൾ വരുത്തും. കാരണം കൺസ്ട്രക്ഷൻ കമ്പനി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു എന്താണ് സംഭവിച്ചത്, ഇതിൽ എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത വരുത്താനാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും ഈ സ്ഥലത്ത് ഇപ്പോഴും ഈ വാഹനങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ ഗതാഗത പ്രശ്നം ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു ക്രമീകരണം ഇപ്പോൾ നടത്തുകയാണ്. അദ്ദേഹം ആദ്യം ഇവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, അത്തരത്തിലൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചു, ഇക്കാര്യങ്ങളിൽ എന്താണ് ഉണ്ടായത് എന്നീ കാര്യങ്ങളിൽ അന്വേഷണവും പരിശോധനയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഏതായാലും ഇതിനേക്കാൾ മികച്ച റോഡായിരിക്കും നിർമ്മിക്കുക. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, പോരായ്മകൾ മാറ്റും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിശോധനയും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പായും തന്നെ ഉണ്ടാകുമെന്ന കാര്യം കൂടി ഈ ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസർ വ്യക്തമാക്കി. പെരിയാർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം മൈലക്കാടാണ് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഒപ്പം ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.